ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ISRO പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സീരീസിൽ 2019 ജൂൺ 2 വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്തേക്ക് നടന്ന ടെക്നീഷ്യൻ ബി ഇലക്ട്രീഷ്യൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് സോൾവ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: if capacitance of 3 capacitors are in the ratio 1:2:3 and voltage across them are in the ratio 3:2:1, what is the ratio of energy stored in that capacitor? Energy stored in a capacitor is equal to half CV square ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളോട് ഇതിൻ്റെ തമ്മിൻ്റെ റേഷ്യോ 3 കേസുകളാണ് കപ്പാസിറ്റേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നതിൻ്റെ എനർജി എന്ന് പറയുന്നത് ഹാഫ് C1V1 സ്ക്വയർ ആയിരിക്കും. നെക്സ്റ്റ് C2V2 സ്ക്വയർ ആയിരിക്കും, C3V3 സ്ക്വയർ ആയിരിക്കും. അങ്ങനെ 3 അസംഷൻസ് ആയിട്ട് നമ്മൾ എടുത്തു. അപ്പോൾ ഈ 1/2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, നമുക്ക് റേഷ്യോയിൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരാളല്ല. അപ്പോൾ റേഷ്യോ, പവറിൻ്റെ റേഷ്യോ, എനർജിയുടെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C1V1 സ്ക്വയർ ഈസ് ടു C2V2 സ്ക്വയർ ഈസ് ടു C3V3 സ്ക്വയർ എന്നാണ്. അപ്പോൾ C1, C2, C3 എന്ന് പറയുന്നത് നമ്മൾ കപ്പാസിറ്റൻസിൻ്റെ റേഷ്യോ 1, 2, 3 ആണ്. 1:2:3. അടുത്ത വോൾട്ടേജ് എന്ന് പറയുന്നത് 3:2:1 ആണ്. അപ്പോൾ ഇവിടെ 3 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു 1 സ്ക്വയർ വരും. അപ്പോൾ 1 × 3 സ്ക്വയർ മീൻസ് 9:2, 2 × 2 സ്ക്വയർ മീൻസ് 8:2, 2 സ്ക്വയർ മീൻസ് 4 × 2 8, 3 × 1 സ്ക്വയർ മീൻസ് 3. അപ്പോൾ 9:8:3 ആണ് ആൻസർ വരുന്നത്. ക്ലിയർ? ഞാനത് ഡയറക്റ്റ് ഈസി ആയിട്ട് സോൾവ് ചെയ്തതാണ്. ഇതിന് നമ്മൾ ആക്ച്വലി E1 / E2 / E3 എന്നൊക്കെ പറഞ്ഞാണ് മാത്തമെറ്റിക്കലി സോൾവ് ചെയ്യുക. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, റേഷ്യോ ആണ്. ബട്ട് സിംപിളി ഇങ്ങനെ എടുത്താൽ മതി, ആൻസർ കിട്ടും. നെക്സ്റ്റ്, ഡെറിവേറ്റീവ് ഓഫ് -sin x വിത്ത് റെസ്പെക്ട് ടു -cos x. ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് നോർമലി dy/dx എന്ന് പറയുന്നതാണ് നമ്മൾ നോർമലി ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ -sin x-ൻ്റെ ഡെറിവേറ്റീവ് ആണ്, വിത്ത് റെസ്പെക്ട് ടു -cos x ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ y is equal to ഞാൻ -sin x എന്നെടുത്തു, u is equal to ഞാൻ -cos x എന്നും എടുത്തു. അപ്പോൾ എനിക്ക് വേണ്ടത് dy/dx x ആണ് ഇവിടെ വേരിയബിൾ, dy/dx ഡിവൈഡഡ് ബൈ du/dx. അപ്പോൾ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് dy/du കിട്ടുന്നത്. എനിക്ക് വേണ്ടത് ഡെറിവേറ്റീവ് ഓഫ് -sin x അഗെയിൻസ്റ്റ് -cos x ആണ് വേണ്ടത്. അപ്പോൾ -sin x-നെ ഞാൻ y എന്നും -cos x-നെ u എന്ന് എടുക്കുമ്പോൾ dy/du ഇതാണ് ആക്ച്വലി എനിക്ക് വേണ്ടത്. അപ്പോൾ dy/du കിട്ടണമെന്നുണ്ടെങ്കിൽ dy/dx അഗെയിൻസ്റ്റ് du/dx ചെയ്യണം. അപ്പോൾ ആദ്യം dy/dx ചെയ്യാം. dy/dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -sin x-ൻ്റെ ഡെറിവേറ്റീവ്, -sin x-ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -cos x ആണ്. ദെൻ നെക്സ്റ്റ് du/dx എന്ന് പറയുന്നത് -cos x-ന്റെ ഡെറിവേറ്റീവ്, -cos x-ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് sin x ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിവൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? dy/du കിട്ടും. അതായത് ഡെറിവേറ്റീവ് ഓഫ് -sin x അഗെയിൻസ്റ്റ് -cos x കിട്ടും. cos x/sin x എന്ന് പറയുന്നത് cot x ആണ്. ഈ മൈനസ് അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ -cot x. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത് കുറച്ച് ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ദെൻ ഇന്റർപോൾസ് ഇൻ DC മെഷീൻസ് ആർ യൂസ്ഡ് ടു. നമ്മൾ ഇന്റർപോൾസ് DC മെഷീൻസിൽ യൂസ് ചെയ്യുന്നത് 2 പർപ്പസ് ആണ്. ഒന്ന്, ക്രോസ് മാഗ്നറ്റൈസേഷൻ എഫക്റ്റിനെ ഒഴിവാക്കുക, ആർമേച്ചർ റിയാക്ഷൻസിലെ ക്രോസ് മാഗ്നറ്റൈസേഷനെ റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പർപ്പസ്. രണ്ടാമത്തെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ്, കോയിലിനകത്തുള്ള റിയാക്ടൻസ് വോൾട്ടേജിനെ ക്യാൻസൽ ചെയ്യുക എന്നുള്ളത്, കോയിലിനകത്തുള്ള റിയാക്ടൻസ് വോൾട്ടേജിനെ ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ പർപ്പസ്. ഓക്കെ, ഇനി ഓപ്ഷനിൽ നോക്കുക, റെഡ്യൂസ് ദ എഫക്റ്റ് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ. യെസ്, കറക്റ്റ് ആൻസർ അതാണ്, റെഡ്യൂസ് ദ എഫക്റ്റ് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ. കോഗിങ്, ക്രോണിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ല, ആർമേച്ചർ റിയാക്ഷൻസിലെ ക്രോസ് മാഗ്നറ്റൈസേഷൻ എഫക്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി ഇന്റർപോൾസ് യൂസ് ചെയ്യുന്നത്. ദെൻ which motor is used for power factor improvement? പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റിന് യൂസ് ചെയ്യുന്ന മോട്ടർ എന്ന് പറയുന്നത് ഓവർ എക്സൈറ്റഡ് ആയിട്ടുള്ള സിങ്ക്രണസ് മോട്ടറാണ് നമ്മൾ നോർമലി പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഫോം ഫാക്ടർ ഈസ് ഈക്വൽ ടു, ഫോം ഫാക്ടർ ഇസ് ദ റേഷ്യോ ഓഫ് RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ. RMS വാല്യൂ ഡിവൈഡ് ബൈ ആവറേജ് വാല്യൂ പറയുന്ന പേരാണ് ഫോം ഫാക്ടർ. ഓപ്ഷൻ ഡി. ഇതേ സാധനം പറയുന്ന പോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയുന്നു, ക്രസ്റ്റ് ഫാക്ടർ അല്ലെങ്കിൽ
പീക്ക് ഫാക്ടർ, ക്രസ്റ്റ് ഫാക്ടർ അല്ലെങ്കിൽ പീക്ക് ഫാക്ടർ എന്ന് പറയും. ക്രസ്റ്റ് ഫാക്ടർ അല്ലെങ്കിൽ പീക്ക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ RMS വാല്യൂ. മാക്സിമം വാല്യൂ ഡിവൈഡ് ബൈ RMS വാല്യൂ പറയുന്ന പേരാണ് ക്രസ്റ്റ് ഫാക്ടർ അല്ലെങ്കിൽ പീക്ക് ഫാക്ടർ. ദ കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി ഇൻ എ ട്രാൻസ്ഫോമർ ഈസ്, ട്രാൻസ്ഫോമറിനകത്ത് മാക്സിമം എഫിഷ്യൻസി കിട്ടുന്നത് കോപ്പർ ലോസും അതേപോലെ തന്നെ കോർ ലോസും ഈക്വൽ ആവുന്ന സമയത്താണ് ഈ മാക്സിമം എഫിഷ്യൻസി ഒരു ട്രാൻസ്ഫോമറിനകത്ത് കിട്ടുന്നത്. കോപ്പർ ലോസ് ഈസ് ഈക്വൽ ടു കോർ ലോസ്. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ DC ജനറേറ്റർ ആർമേച്ചർ റിയാക്ഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഫീൽഡിൻ്റെ മുകളിൽ, മെയിൻ ഫ്ലക്സിൻ്റെ മുകളിൽ, ഫീൽഡ് അല്ല മെയിൻ ഫ്ലക്സിൻ്റെ മുകളിൽ, മെയിൻ ആർമേച്ചർ ഫ്ലക്സിൻ്റെ മുകളിൽ ഫീൽഡ് ഫ്ലക്സിനുള്ള എഫക്റ്റിനെ പറയുന്ന പേരാണ് ആർമേച്ചർ റിയാക്ഷൻ. മെയിൻ ആർമേച്ചർ ഫ്ലക്സിൻ്റെ മേലെ നമ്മളുടെ ഫീൽഡ് ഫ്ലക്സിനുള്ള എഫക്റ്റിനെ പറയുന്ന പേരാണ് ആർമേച്ചർ റിയാക്ഷൻ. അപ്പോൾ DC ജനറേറ്റർ റിയാക്ഷൻ ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫീൽഡ് ആർമേച്ചർ കറണ്ട്, ഫീൽഡ് കറണ്ട്, ബോത്ത് ഫീൽഡ് ആൻഡ് ആർമേച്ചർ കറണ്ട്. അപ്പോൾ രണ്ടും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതായത് ഫീൽഡ് ഫ്ലക്സ് മെയിൻ ഫ്ലക്സിൻ്റെ മുകളിൽ, ആർമേച്ചർ ഫ്ലക്സിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്ന എഫക്റ്റാണ് ആർമേച്ചർ റിയാക്ഷൻ. SWEG ഈസ് യൂസ് ടു മെഷർ. SWG മീൻസ് സ്റ്റാൻഡേർഡ് വയർ ഗേജ് എന്ന് പറയുന്നത് വയറിൻ്റെ ഡയമീറ്റർ മെഷർ ചെയ്യാൻ വേണ്ടി, വയറിൻ്റെ ഡയമെൻഷൻസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്, മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ് SWG എന്ന് പറയുന്നത്. SWG യൂസ് ടു മെഷർ ഡയമീറ്റർ. റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് ഓമീറ്റർ. ഇൻസുലേഷൻ നമ്മളങ്ങനെ മെഷർ ചെയ്യേണ്ട തിക്നെസ്, നമ്മൾ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആണെങ്കിൽ അത് മെഷർ ചെയ്യുന്നതാണ് മെഗർ. നമ്മൾ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. ELCB is used to protect the circuit from. ELCB അല്ലെങ്കിൽ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത് നമ്മൾ എർത്തിലേക്കുള്ള ലീക്കേജ് കറണ്ടിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സർക്യൂട്ട് ബ്രേക്കറാണ് എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത്. ഓവർ കറണ്ട് പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് MCB, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷനാണ് MCB അല്ലെങ്കിൽ ഫ്യൂസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഓവർ വോൾട്ടേജ് റിലേകളൊക്കെ യൂസ് ചെയ്യും. ദ ലൈൻ വോൾട്ടേജ് ഇൻ 3-phase ഡെൽറ്റ കണക്ഷൻ. 3-phase ഡെൽറ്റ കണക്ഷൻ എന്ന് പറയുമ്പോൾ ഡെൽറ്റ കണക്ഷനിൽ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും ഈക്വൽ ആയിരിക്കും. സ്റ്റാർ കണക്ഷൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് ലൈൻ കറണ്ടും ഫേസ് കറണ്ടും ആണ് ഈക്വൽ ആവുന്നത്. റെഡി? ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും ആണ് ഡെൽറ്റ കണക്ഷനിൽ, ലൈൻ കറണ്ടും ഫേസ് കറണ്ടും ആണ് സ്റ്റാർ കണക്ഷനിലുള്ളത്. അപ്പോൾ ദ ലൈൻ വോൾട്ടേജ് ഇൻ എ 3-phase ഡെൽറ്റ കണക്ഷൻ ഈസ് സെയിം ആസ് ഫേസ് വോൾട്ടേജ്. ദെൻ ടിപ്പിക്കൽ വോൾട്ടേജ് റേഞ്ച് ഓഫ് എ സോളാർ സെൽ. സോളാർ സെല്ലിൻ്റെ ടിപ്പിക്കൽ വോൾട്ടേജ് റേഞ്ച് എന്ന് പറയുന്നത്, ഒരു സെല്ലിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0.5 വോൾട്ട് ആണ്. 0.5 വോൾട്ട് ആണ് ഒരു സോളാർ സെല്ലിൻ്റെ ടിപ്പിക്കൽ റേഞ്ച് എന്ന് പറയുന്നത്. ദെൻ 10th ടേം ഓഫ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ 2 - 2 - 6 ഈസ് 10th ടേം. nth ടേം ഓഫ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ an is equal to a plus n minus 1 into d എന്നാണ്. അപ്പോൾ 10th ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a plus 9 into d. a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. ഇതിനകത്തുള്ള ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 2 ആണ്. 2 plus 9 into d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, ഇത് കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ 2ൽ നിന്ന് -2ലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -4 ആണ്. ഇനി ഇവിടെ നോക്കുക, -2 നിന്ന് -6ലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് -4 ആണ്. അപ്പോൾ 9 into -4 ദാറ്റ്സ് ഈക്വൽ ടു 2 plus 9 into -4 മീൻസ് -36. 2 plus -36 എന്ന് പറയുന്നത് -34 ആണ്. ക്ലിയർ? അപ്പോൾ -34 ആണ് 10th ടേം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി. If the diameter of a finite length conductor reduces to half, then its resistance. If the diameter of the finite length conductor is reduces to half, resistance R is equal to rho L by A എന്നാണ്. ഡയമീറ്റർ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ rho L by pi into d by 2 the whole square, pi r square, d by 2 the whole square. ഡയമീറ്റർ എന്ത് ചെയ്തു? നമ്മൾ ഹാഫ് ആക്കി. അപ്പോൾ d എന്നുള്ള പറയുന്നത് തിരിച്ച് വീണ്ടും by 2 ആവും. by 2 the whole square എന്ന് പറയുന്നത് 2ന്റെ സ്ക്വയർ വരും, അത് മേലെ പോവും, ഡിവൈഡ് ബൈ 2 ആയതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? 4 times ആയിട്ട് റെസിസ്റ്റൻസ് മാറും. ഇറ്റ് വിൽ ബിക്കം 4 times. ക്ലിയർ? ദെൻ പവർ ഫാക്ടർ ഓഫ് RC സർക്യൂട്ട് ഈസ്. RC സർക്യൂട്ടിന്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ഉള്ള സർക്യൂട്ടാണ് പവർ ഫാക്ടർ RC സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് ലീഡിംഗ് ആയിരിക്കും. കപ്പാസിറ്റൻസിന്റെ കേസിൽ പവർ ഫാക്ടർ ലീഡിംഗ് ആയിരിക്കും. ഇൻഡക്ടറിന്റെ കേസിൽ കപ്പാസിറ്റർ ലാഗിംഗ് ആയിരിക്കും. ഓപ്ഷൻ സി. വാട്ട് ഈസ് ദ കറന്റ് ഡ്രോൺ ഫ്രം ദ സെൽ ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട് അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ്? സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ സ്റ്റഡി സ്റ്റേറ്റിൽ ഉള്ള കറണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കപ്പാസിറ്ററിന്റെ
കണ്ടീഷൻ ഓപ്പൺ സർക്യൂട്ടഡ് ആയിരിക്കും സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻസിൽ. സ്റ്റഡി സ്റ്റേറ്റിൽ കപ്പാസിറ്റൻസ് എന്തായി? ഓപ്പൺ സർക്യൂട്ടഡ് ആയി. അപ്പോൾ ഈ കപ്പാസിറ്റൻസ് ഓപ്പൺ സർക്യൂട്ടഡ് ആയി കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസും ഇപ്പോൾ ഓപ്പൺ ആയി. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് ഇവിടെ വരെയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R equivalent is equal to 1/2 plus 1/3 plus 1/4 plus 5. ഇത് മൂന്നും പാരലൽ ആണ്, പ്ലസ് സീരീസ് ആയിട്ട് 5 ohm റെസിസ്റ്റൻസും. അങ്ങനെ ആവുന്ന സമയത്ത് ഇതിന്റെ LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആയിരിക്കും. 12 എടുക്കുന്ന സമയത്ത് ഇവിടെ 6 + 4 + 3 ചെയ്ത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 12ലേക്ക് ഇതിനെ എത്ര മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് ഞാനിവിടെ നോക്കിയത്. 6 + 4 + 3 ഐ മീൻ 13/12 ആണ് 1/R ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ R is equal to 12/13. R is equal to 12/13 ആണ് ഇത്രയും പോർഷന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ്. ഇതിന് സീരീസ് ആയിട്ടാണ് ആരുള്ളത്? 5 ohm റെസിസ്റ്റൻസ് ഉള്ളത്. അതുകൂടെ സീരീസ് ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ +5 ദാറ്റ്സ് ഈക്വൽ ടു 12 + 13 × 5 divided by 13 which means 77 divided by 13. 13 × 5 എന്ന് പറഞ്ഞാൽ 65. 65 + 12 77. 77 divided by 13. ഇതാണ് എൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കറണ്ട് ആണ്, ഇവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ്. ആൻഡ് I is equal to V/R ആണ്. V/R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V is equal to 10 volt divided by 77 divided by 13 ആണ് ഇക്വലന്റ് റെസിസ്റ്റൻസ്. ഈ 13 മേലെ പോവും. then that's equal to 130 divided by 77 ampere. Option B. Okay. Resistance of a copper wire is R. Four such wires are with the same cross-sectional area but twice the length are connected in parallel. The net resistance is. The resistance of a copper wire is R ആണ്. 4 such wires are the same cross-sectional area but twice the length. Length twice ആവുന്ന സമയത്ത് റെസിസ്റ്റൻസ് എന്തായി? 2R ആയി. Connected in parallel. The net resistance is. Ready? അപ്പോൾ 2R ആണ്. അപ്പോൾ ലെങ്ത് റെസിസ്റ്റൻസ് ഡബിൾ ആയ സമയത്ത് ഈക്വൽ റെസിസ്റ്റൻസ് വരുന്നത്. ഇങ്ങനത്തെ 4 എണ്ണം പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഈക്വൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2R divided by 4 ദാറ്റ്സ് ഈക്വൽ ടു R/2. ഓപ്ഷൻ ബി. ദാറ്റ് മീൻസ് n നമ്പർ ഓഫ് റെസിസ്റ്റൻസ് ഈക്വൽ ആയിട്ട് കണക്ട് ചെയ്തത് പാരലൽ ആണെങ്കിൽ ഈക്വൽ റെസിസ്റ്റൻസ് R/n ഉം സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തതെങ്കിൽ n × R ആയിരിക്കും. Then resistance of a galvanometer is 0.5 ohm and the full scale deflection corresponds to 10 milliampere. What is the shunt resistance required to increase the range of the instrument to 1 ampere? അപ്പോൾ 1 ആംപിയറിലേക്ക് നമ്മൾ ഇൻക്രീസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിന്റെ ഷണ്ടായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇക്വേഷൻ I - Ig is equal to I - Ig into വോൾട്ടേജ് ആണ്. I - Ig into RS is equal to Ig into G. Ig means നമ്മുടെ ഗാലോമീറ്ററിന്റെ കറണ്ട്, RS എന്ന് പറയുന്നത് സീരീസ് റെസിസ്റ്റൻസും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ RS is equal to Ig divided by I - Ig എന്ന് വരും. അപ്പോൾ Ig എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പോൾ ഉള്ള കറസ്പോണ്ടിങ്ങിന് കറണ്ട് 10 milliampere. 10 × 10⁻³ into G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാലോമീറ്ററിന്റെ റെസിസ്റ്റൻസ് 0.5 ohm divided by I മീൻസ് എത്രയാണോ നമുക്ക് മെഷർ ചെയ്യാനുള്ളത് 1 minus then 1 minus Ig. Ig means 10 × 10⁻³ ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 0.5 × 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കിട്ടും. 5 × 10⁻³ 5 × 10⁻³ ഡിവൈഡ് ബൈ 10 × 10⁻³ എന്ന് പറഞ്ഞാൽ 1 2 3 ഐ മീൻ 0.01 എന്നാണ് വരുന്നത്. 1 മൈനസ് 0.01 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.99 കിട്ടും. ദെൻ 5/0.99 ചെയ്ത് കഴിഞ്ഞാൽ ഇത് 10⁻³ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കോമൺ ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10⁻³ ഇവിടെയും വരും, 10⁻³ ഇവിടെയും വരും. അപ്പോൾ 5 divided by 990 ohm. ഓപ്ഷൻ ഡി. റൈറ്റ്. ദെൻ temperature coefficient of resistance of a material is 0.005 ohm per degree Celsius. At 20 degrees Celsius, the resistance of the wire made up of this material is 1 ohm. At what temperature then resistance will become 2 ohm? 20 degree Celsius temperature 1 ohm resistance 1 ohm. അങ്ങനെയാണെങ്കിൽ 2 ohm ആവുന്നത് എത്ര ഡിഗ്രിയിലാണ്? വിത്ത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് 0.005 ohm per degree Celsius. റെഡി. അപ്പോൾ ഇത് ചെയ്യുന്നത് R2 is equal to R1 into 1 plus alpha T2 minus T1. 1 plus alpha T2 minus T1 വെച്ച് ചെയ്യാം. അപ്പോൾ R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട റെസിസ്റ്റൻസ് ഈക്വൽ ടു 2. നമുക്ക് ഇത് ഇവിടെ ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഇല്ല. ഞാൻ കുറച്ച് താഴോട്ട് വന്ന് ഇവിടെ ചെയ്യുന്നത് 2 ഈക്വൽ ടു ഇപ്പോൾ ഉള്ള റെസിസ്റ്റൻസ് ആണ് R1. 1 into 1 plus 0.005
ഇൻറ്റു T2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അങ്ങനെ തന്നെ വെച്ചു. ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 20 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, T2 മൈനസ് 20, റൈറ്റ്. ഇത് സോൾവ് ചെയ്തിട്ട് ഇതെന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് 2 ഈക്വൽ ടു 1 പ്ലസ് 0.0005 ഇൻറ്റു T2 മൈനസ് 20. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 220 ഡിഗ്രി സെൽഷ്യസ്. 220 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ബി. ഈ ഇക്വേഷൻ സിംപ്ലി സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്, വേറെ ഒന്നും ഞാനിവിടെ ചെയ്തിട്ടില്ല. ഓക്കെ, then 3 1.5 വോൾട്ട് സെൽസ് ഈച്ച് ഹാവിംഗ് ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇത് ചെയ്ത് നോക്കുക, ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയാം, ഞാൻ ചെയ്തു തരാം കേട്ടോ. 3 1.5 വോൾട്ട് സെൽ ഹാവിംഗ് ഇന്റേണൽ റെസിസ്റ്റൻസ് 10 ohm are connected in series. A 15 ohm load resistance is connected to the battery. What is the current through the circuit? അതായത് നമുക്കൊരു സെല്ലുണ്ട്, അതിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 1.5 ohm, ഇന്റേണൽ റെസിസ്റ്റൻസ് 10 ohm ആണ്. ഇതിനെ നമ്മളൊരു 15 ohm റെസിസ്റ്റൻസിലേക്ക് എന്ത് ചെയ്തു, കണക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ പാസ് ചെയ്യുന്ന കറണ്ട് എത്ര എന്നാണ് ചോദിച്ചത്. അപ്പോൾ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ചെയ്തിട്ടുണ്ട്. 1.5ന്റെ 3 സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തത്. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.5 വോൾട്ട് ആണ്. 1.5 ഇൻറ്റു 3 സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് n ഇൻറ്റു 1ന്റെ വോൾട്ടേജ് ആവും. പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് n ഇൻറ്റു കറണ്ട് എത്രയാണോ അതിൻ്റെ ബാറ്ററിയുടെ കപ്പാസിറ്റി, എത്രയാണോ AH, അത് ആണ് n ഇൻറ്റു ചെയ്യേണ്ടത്. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ന്റെ വോൾട്ടേജ് 1.5, 3 ഉണ്ടെങ്കിൽ 3 ഇൻറ്റു 1.5. ഇനി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R is equal to ഇതേപോലെ തന്നെ n ഇൻറ്റു 3i. അപ്പോൾ n ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 ohm ആണ്. ഇവിടെ ഒരു 15 ohm ഉണ്ട്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് 30 പ്ലസ് 15 is equal to 45 ohm. ഇനി കറണ്ട് I is equal to V by R. V is equal to 4.5 divided by 45. That's equal to 0.1 ampere. 0.1 ampere ആണ് ഫ്ലോ ചെയ്യുന്നത്, ഓപ്ഷൻ സി. Then a 10 ohm resistor and a 15 ohm resistance are connected in series to a 2 volt cell. The voltage across 10 ohm resistor is measured as 2 volt. What is the possible cause? അതായത് ഒരു 10 ohm റെസിസ്റ്ററും 15 ohm റെസിസ്റ്ററും നമ്മൾ ഒരു സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് അതിനകത്തേക്ക് 2 വോൾട്ട് കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് വോൾട്ടേജ് അക്രോസ് 10 ohm റെസിസ്റ്റർ, ഇവിടെയുള്ള 10 ohm റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 2 വോൾട്ട് ആയിട്ട് മെഷർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്താണ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്? അപ്പോൾ മൊത്തം അപ്ലൈഡ് വോൾട്ടേജ് നമുക്ക് എവിടെ വന്നു, 10 ohmൽ വന്നു. ഇവിടെ എന്തില്ല, വോൾട്ടേജ് ഇല്ല. 15 ohmൽ വോൾട്ടേജ് ഡ്രോപ്പ് ഇല്ല. 15 ohmൽ വോൾട്ടേജ് ഡ്രോപ്പ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനർത്ഥം ഇവിടെ ഈ റെസിസ്റ്റൻസ് ഇല്ല എന്നാണ്. ആ റെസിസ്റ്റൻസ് അവിടെ ഇല്ല മീൻസ് വിച്ച് ഈസ് ഷോർട്ട് സർക്യൂട്ടഡ്. 15 amp റെസിസ്റ്റൻസ് എന്തായി, ഷോർട്ട് സർക്യൂട്ടായി. അതുകൊണ്ടാണ് ഇവിടെയുള്ള ഫുൾ വോൾട്ടേജ് ഈ 10 ohm റെസിസ്റ്റൻസിൽ വരുന്നത്. ഓപ്ഷൻ 15 ohm റെസിസ്റ്റൻസ് ഈസ് ഷോർട്ട് സർക്യൂട്ടഡ്, ബി. A constant current of 2 milliampere charges a 20 microfarad capacitor for 2 seconds. Which of the following is true for the charging of the capacitor? Capacitor voltage increases linearly from 0 to 200. Capacitor voltage increases exponentially from 0 to 200. Capacitor voltage increases linearly from 0 to 100. Capacitor voltage increases exponentially from 0 to 100. അപ്പോൾ നമ്മൾ ചാർജിങ് എന്ന് പറയുന്ന സമയത്ത്, നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് I is equal to C dV by dt എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ചാർജിങ് വോൾട്ടേജ് ആണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ചാർജിങ് വോൾട്ടേജ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ റിവേഴ്സ് ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ V is equal to 1/c into integral 0 to t I into dt. ക്ലിയർ? ഇതാണ് നമ്മുടെ ചാർജിങ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കപ്പാസിറ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ 1/20 into 0 to ഏത് സെക്കൻഡ് വരെയാണ് നമ്മൾ ചെയ്യുന്നത്, 2 സെക്കൻഡ് വരെ, ഇൻറ്റു കറണ്ട് 2 milliampere ആണ്. അപ്പോൾ 2 milliampere നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് വരിക, 2 into dt. 2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ചെയ്യുന്ന സമയത്ത് V is equal to 1/20 into 2 from 0 to 2. അപ്പോൾ 0 to 2 എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, 2 - 0 2. അപ്പോൾ ഇൻറ്റു 2 into t അങ്ങനെ തന്നെയാണ് വരിക. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, V is equal to 100t. V is equal to 100, sorry, നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 1/20 into 0 to 2 into t നമ്മളത് ഡിറൈവ് ചെയ്തു. അപ്പോൾ 1/20 into 2 from 0 to t വരും. 0 to 2t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 to 0. 2 അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 200ഉം ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 0യും വരും. അങ്ങനെയാണെങ്കിൽ 0 മുതൽ 200 വരെ ആയിരിക്കും നമ്മുടെ വോൾട്ടേജ് ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യുക. ഓപ്ഷൻ എ.
റൈറ്റ്. ദെൻ നെക്സ്റ്റ് വൺ, ഇന്റഗ്രൽ 1/x log x dx is equal to ഇന്റഗ്രൽ 1/x log x. അപ്പോൾ ഞാനിവിടെ log x എന്ത് ചെയ്തു, x into log x എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷനായി. അപ്പോൾ log x ഞാൻ u എന്ന് മാർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ log x u എന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു x ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1/x into dx is equal to du എന്ന് കിട്ടും. 1/x into dx is equal to du എന്ന് കിട്ടും. ഇനി ഈ സാധനം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/x into dx is equal to du എന്ന് കിട്ടി. അപ്പോൾ 1/u log x 1/x dx എന്താക്കി മാറ്റി, du എന്നാക്കി. 1/x dx du എന്നും log x u എന്നും ആക്കി. അപ്പോൾ 1/u into 1/u into du ആയി. 1/uയുടെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് log u ആണ്. log u പ്ലസ് ഇന്റഗ്രൽ കോൺസ്റ്റന്റ് c. ദെൻ u നമ്മൾ നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് log x എന്നാണ്. അപ്പോൾ log x പ്ലസ് കോൺസ്റ്റന്റ്, log x പ്ലസ് കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് ഓപ്ഷനിൽ തന്നിട്ടില്ല, log x എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ഹാർഡാണ്, കുറച്ച് ഹയർ ലെവലിൽ ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ എ ഹോട്ട് വയർ അമ്മീറ്റർ? ഹോട്ട് വയർ അമ്മീറ്റർ എന്ന് പറയുന്നത് തെർമൽ എഫക്റ്റ് വെച്ച്, കറണ്ടിന്റെ തെർമൽ എഫക്റ്റ് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഹോട്ട് വയർ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. അതിന്റെ റിലേഷൻ, ഡിഫ്ലക്ഷൻ റിലേഷൻ എന്ന് പറയുന്നത് സ്ക്വയർ റിലേഷൻ ആണ്. അത് നമുക്ക് ഒരു RMS വാല്യൂ ആണ് മെഷർ ചെയ്ത് തരിക. റെഡി? അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് യൂസ് തെർമൽ എഫക്ട് ഓഫ് ദി മെഷർമെന്റ്. കറണ്ടിന്റെ തെർമൽ എഫക്ട് യൂസ് ചെയ്തിട്ടാണ് മെഷർമെന്റ് ചെയ്യുന്നത്. ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് സ്ക്വയറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. RMS വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു ഹോട്ട് വയർ ഇൻസ്ട്രുമെന്റ് മെഷർ ചെയ്ത് തരുന്നത്. ഓൾ ഓഫ് ദി എബോവ് ഇസ് ദ കറക്റ്റ് ആൻസർ. 24. കറണ്ട് ട്രാൻസ്ഫോമർ ഈസ് എംപ്ലോയിഡ് ഫോർ. കറണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നമ്മൾ മെഷർമെന്റ് പർപ്പസിന് യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ ആണ്. കറണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് വിത്ത് എ ക്ലാംബോൺ മീറ്റർ. കറണ്ട് ട്രാൻസ്ഫോമർ വിത്ത് എ ക്ലാംബോൺ മീറ്റർ അല്ലെങ്കിൽ ഒരു അമ്മീറ്റർ ആണ് നമ്മൾ നോർമലി കറണ്ട് മെഷർമെന്റിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് ട്രാൻസ്ഫോമർ ഈസ് എംപ്ലോയിഡ് ഫോർ മെഷർമെന്റ് ഓഫ് ഹൈ ആൾട്ടർനേറ്റിംഗ് കറണ്ട്. നമുക്ക് വലിയ ട്രാൻസ്മിഷൻ ലൈനിലൊക്കെ നമുക്ക് കറണ്ട് അമ്മീറ്റർ വെച്ച് നമ്മൾ സർക്യൂട്ടിനെ ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മൾ അതിൻ്റെ വലിയ കറണ്ടിനെ ചെറിയ കറണ്ടിലേക്ക്, മീറ്ററിനെ റീഡബിൾ ആയിട്ടുള്ള കറണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടുന്ന് റീഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ്. റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറണ്ട് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. സ്വീപ്പ് ഓഫ് എ സീലിംഗ് ഫാൻ റെഫേഴ്സ് ടു. സീലിംഗ് ഫാൻ നമ്മൾ നോർമലി അതിന്റെ സ്പെസിഫിക്കേഷൻസ് പറയുന്നത് ഇത്ര സ്വീപ്പാണ് പറയുന്നത്. സ്വീപ്പ് ഓഫ് എ സീലിംഗ് ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബ്ലേഡിന്റെ ലെങ്ത് എത്രയാണ്, സീലിംഗ് ഫാനിന്റെ ബ്ലേഡിന്റെ ലെങ്ത് എത്രയാണോ അതിനെയാണ് നമ്മൾ സ്വീപ്പ് ഓഫ് എ സീലിംഗ് ഫാൻ എന്ന് പറയുന്നത്, ലെങ്ത് ഓഫ് ദി ബ്ലേഡ്. ദ പെർമിസിബിൾ ഫ്രീക്വൻസി വേരിയേഷൻസ് അക്കോർഡിംഗ് ടു ഐ റൂൾ. ഐ റൂൾ പ്രകാരം നമുക്ക് ഇന്ത്യയിലുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെഡ്സ് ആണ്. ഈ 50 ഹെഡ്സിൽ നിന്നും നമുക്ക് 3% വരെ വേരിയേഷൻസ് ഐ റൂൾ പ്രകാരം അലൗഡഡ് ആണ്. 3% വരെ, അതായത് 48.5 ഹെഡ്സ് മുതൽ 51.5 ഹെഡ്സ് വരെയാണ് അലൗഡഡ് ഫ്രീക്വൻസി റേഞ്ച്. അത് നമ്മൾ ഫ്രീക്വൻസി വേരിയേഷൻസ് ടോളറൻസ് നമ്മൾ പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ 3% ആണ് അലോ ചെയ്തിരിക്കുന്ന വേരിയേഷൻ. Synchronous speed of a 12-pole synchronous motor when supply frequency is 50 Hz. Synchronous speed in the equation ns is equal to 120 f by p. That's equal to 120 into frequency 50 Hz ആണ് divided by number of poles is equal to 12. ഇത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ you will get it as 500 rpm. Option D. Holes are provided in the aluminum disc of an energy meter to reduce അല്ലെങ്കിൽ prevent creeping error. ക്രീപ്പിംഗ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി മീറ്ററിനകത്തുള്ള പൊട്ടൻഷ്യൽ കോയിൽ അല്ലെങ്കിൽ വോൾട്ടേജ് കോയിൽ എനർജൈസ് ചെയ്യാണ് വിത്തൗട്ട് ഫ്ലോയിങ് ഓഫ് കറണ്ട്. കറണ്ട് ഇല്ലാതെ വോൾട്ടേജ് കോയിൽ മാത്രം എനർജൈസ് ചെയ്ത സിറ്റുവേഷനിൽ ഡിസ്ക് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ക്രീപ്പിംഗ്. ക്രീപ്പിംഗ് എറർ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനകത്തുള്ള അലൂമിനിയം ഡിസ്കിനകത്ത് ഒരു ഹോള് അറേഞ്ച് ചെയ്യുന്നത്. As per Indian electricity standard, what is the allowable voltage variation in low or medium voltage supply? Low or medium voltage supplyയിൽ നമ്മൾ നേരത്തെ ഫ്രീക്വൻസിയുടെ വേരിയേഷൻസ് പറഞ്ഞിരുന്നു. അതേപോലെ വോൾട്ടേജിലുള്ള വേരിയേഷൻസ് എന്ന് പറയുന്നത് ലോ വോൾട്ടേജിലും മീഡിയം വോൾട്ടേജിലും ആണെങ്കിൽ 6%, ഹൈ വോൾട്ടേജ് ആണെങ്കിൽ 6 to 9%, എക്സ്ട്രാ ഹൈ വോൾട്ടേജ് ആണെങ്കിൽ 10 to 12.5% ആണ് അലോഡ് വോൾട്ടേജ് വേരിയേഷൻ ആസ് പെർ ഐ റൂൾ. ലോ ടു മീഡിയം 6%, ഹൈ വോൾട്ടേജ് ആണെങ്കിൽ 6 to 9%, എക്സ്ട്രാ ഹൈ വോൾട്ടേജ് ആണെങ്കിൽ 10 to 12.5%. അപ്പോൾ ഓപ്ഷൻ ഇതിനകത്ത് സി നമ്മളോട് ചോദിച്ചത് ലോ ആൻഡ് മീഡിയം വോൾട്ടേജ് ആണ്.
According to which law the back EMF in a DC motor opposes the applied voltage? Back EMF is opposing to the applied voltage means that's called as Lenz law. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? Lenz law എന്ന് പറയുന്നത്. Then question number 31, 97 into 97 plus 2 into 97 into 3 plus 9. ഇത് ആക്ച്വലി ഒരു മാത്തമെറ്റിക്കൽ ഐഡന്റിറ്റിയുടെ സിംപ്ലിഫൈഡ് ഫോം ആണ്. രണ്ട് ടേമിന്റെ അതായത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ ഐഡന്റിഫിക്കേഷൻ ആണത്. എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൽ എ എന്ന് പറയുന്നത് 97ഉം ബി എന്ന് പറയുന്നത് 3ഉം ആണ്. ഇത് ആക്ച്വലി 3യുടെ സ്ക്വയർ ആണ്. അപ്പോൾ 3 into 3 ആണിത്. അപ്പോൾ നിങ്ങൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab, ഇതാണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണിത്. അപ്പോൾ എ എന്ന് പറയുന്നത് 97ഉം ബി എന്ന് പറയുന്നത് 3ഉം ആണെങ്കിൽ നമുക്ക് ഇതിന് പകരം എന്ത് എഴുതാം? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ 97 പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ, 97 പ്ലസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ആണ്. 100ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁴, ഓപ്ഷൻ സി. Then an ideal transformer has 2000 turns on its primary and 200 turns on its secondary. The driving voltage in the primary side is 100 volt. A 5 ohm resistor is connected to the secondary. Calculated the secondary current. N1 by N2 is equal to transformation ratio N1 by N2 is equal to V1 by V2 is equal to I2 by I1. അങ്ങനെയാണെങ്കിൽ N1 എന്ന് പറയുന്നത് 2000ഉം N2 എന്ന് പറയുന്നത് 200ഉം ആണെങ്കിൽ ഈക്വൽ ടു V1 എന്ന് പറയുന്നത് 100ഉം V2 നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയാണ് V2 is equal to 200 into 100 divided by 2000 ചെയ്ത് കഴിഞ്ഞാൽ 10 വോൾട്ട് കിട്ടും. 200 into 100 divided by 2000 10 വോൾട്ട് കിട്ടും. 10 വോൾട്ട് ആണ് എന്ത് കിട്ടുന്നത്? V2 10 വോൾട്ട് ആണെങ്കിൽ I2 is equal to V2 divided by R. V2 എന്ന് പറയുന്നത് 10 divided by resistance 5 ohm divided by 5, that's equal to 2 ohm, option B. The impedance ratio of a transformer is equal to ട്രാൻസ്ഫോർമേഷൻ റേഷ്യോയുടെ സ്ക്വയറിനെയാണ് ഇംപിഡൻസ് റേഷ്യോ എന്ന് പറയുന്നത്. നമ്മൾ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ പറഞ്ഞിരുന്നു V1 by N1 by N2 is equal to V1 by V2. അതിനകത്ത് V1 by V2 the whole square, അതിനെയാണ് നമ്മൾ ഇംപിഡൻസ് റേഷ്യോ ഓഫ് എ ട്രാൻസ്ഫോമർ Z1 by Z2 എന്ന് പറയാം. ഇംപിഡൻസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z1 by Z2 is equal to V1 by V2 the whole square, which is the square of the transformation ratio. Impedance ratio is the square of the transformation ratio. Which of the device is a single excited magnetic field system? ഇതിനകത്ത് ആർക്കാണ് സിംഗിൾ എക്സൈറ്റഡ് മാഗ്നറ്റിക് ഫീൽഡ് സിസ്റ്റം എന്നുള്ളത്? അതായത് ഒരു സോഴ്സ് ഓഫ് എക്സൈറ്റേഷൻ മാത്രമുള്ള ആളിനെയാണ് സിംഗിൾ ഫീൽഡ് എക്സൈറ്റേഷൻസ് എന്ന് പറയാം. അപ്പോൾ സിംഗിൾ ഫീൽഡ് എക്സൈറ്റേഷൻ ഉള്ള ആളുകൾ ഒന്ന് റിലേ ഒരു സിംഗിൾ ഫീൽഡ് എക്സൈറ്റേഷൻ ആണ്. അതേപോലെ തന്നെ മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ് ഒരു സിംഗിൾ ഫീൽഡ് എക്സൈറ്റേഷൻ ആണ്. റിലക്റ്റൻസ് മോട്ടോർ ഒരു സിംഗിൾ ഫീൽഡ് എക്സൈറ്റഡ് മോട്ടറാണ്. റെഡി? ഇത്രയാണ് സിംഗിൾ ഫീൽഡ് എക്സൈറ്റേഷൻ വരുന്ന ആളുകൾ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ DC ഷണ്ട് മോട്ടോർ, സീരീസ് സിംഗിൾസ് മോട്ടോർ ഒക്കെ ഡബിൾ എക്സൈറ്റഡ് ആണ്. ദെൻ റിലേ മാത്രമാണ് സിംഗിൾ ഫീൽഡ് എക്സൈറ്റഡ് ഡിവൈസ്. എ ട്രിപ്ലക്സ് വേവ് വൈൻഡിംഗ് വിൽ ഹാവ് ഡാഷ് പാരലൽ പാത്സ്. ട്രിപ്ലക്സ് വേവ് വൈൻഡിംഗ് ആണ്. വേവ് വൈൻഡിങ്ങിനകത്ത് 2 പാരലൽ പാത്ത് ആണ് നോർമലി ഉണ്ടാവുക. ട്രിപ്ലക്സ് വേവ് വൈൻഡിംഗ് ആകുമ്പോൾ 2 into 3 that's equal to 6 പാരലൽ പാത്ത് ആണ് ഉണ്ടാവുക, ഓപ്ഷൻ സി. Then the open circuit characteristics of a DC generator is also called as its dash characteristics. അപ്പോൾ ഒരു DC ജനറേറ്ററിന് ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ്, എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിൽ ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ലോഡ് ഇ എം എഫും ഫീൽഡ് കറണ്ടും എഗൻസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇത് നോ ലോഡ് ഇ എം എഫ് ആണ് ചെയ്യുന്നത്, എഗൻസ്റ്റ് ഫീൽഡ് കറണ്ട് ആണ്. അത് ഇതിനെ തന്നെയാണ് നമ്മൾ മാഗ്നറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. റെഡി? ഇതല്ലാതെ അടുത്ത ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഇ എം എഫും ആർമേച്ചർ കറണ്ടിനും എഗൻസ്റ്റ് ആയിട്ടുള്ള ഗ്രാഫിനെയാണ് നമ്മൾ ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാം. ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഇ എം എഫും ആർമേച്ചർ കറണ്ടിനെയും. നേരത്തെ ഉള്ളത് നോലോഡ് ഇ എം എഫും ഫീൽഡ് കറണ്ടും ആയിരുന്നു. എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെർമിനൽ വോൾട്ടേജ് എഗെയിൻസ്റ്റ് ലോഡ് കറണ്ട്. ടെർമിനൽ വോൾട്ടേജ് എഗെയിൻസ്റ്റ് ലോഡ് കറണ്ട് ഗ്രാഫിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു DC ജനറേറ്ററിന്റെ 3 ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്.
Then Scott connection of a transformer is also known as TT connection. TT connection ആണ്. അതായത് രണ്ട് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിനെ ഒരു 3 ഫേസ് ട്രാൻസ്ഫോമർ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കണക്ഷനെയാണ് നമ്മൾ സ്കോട്ട് കണക്ഷൻ എന്ന് പറയുന്നത്. റെഡി? അതായത് രണ്ട് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഉണ്ട് നമ്മുടെ കയ്യിൽ, അത് ഒരു 3 ഫേസ് ട്രാൻസ്ഫോമർ ആക്കണം. ആ 3 ഫേസ് കൺവേർഷന് വേണ്ടിയിട്ടുള്ള കണക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കോട്ട് കണക്ഷൻ. ആ സ്കോട്ട് കണക്ഷന്റെ വേറൊരു പേരാണ് TT കണക്ഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സ്ട്രോങ്സ്റ്റ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ? ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിൽ നിന്നും വീക്കിലി റിപ്പൽ ചെയ്യപ്പെടുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതായത് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് നോർമലി ഡയാമാഗ്നറ്റിക്, മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് പാരാമാഗ്നറ്റിക്. അപ്പോൾ തന്നിരിക്കുന്നതിൽ മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ലാത്തത് ആരാണെന്ന് ചോദിച്ചത്, സ്ട്രോങ്സ്റ്റ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് ചോദിച്ചത്, അത് ഗ്ലാസ് ആണ്. റെഡി? സ്ട്രോങ്സ്റ്റ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ തന്നിരിക്കുന്നതിൽ ഗ്ലാസ് ആണ്. കെൽവിൻ ബ്രിഡ്ജ് ഈസ് യൂസ്ഡ് ടു മെഷർ. കെൽവിൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ലോ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രിഡ്ജാണ്. നമുക്ക് ഒരുപാട് ബ്രിഡ്ജ് മെഷർമെന്റ്സിൽ കെൽവിൻ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത് ലോ ബ്രിഡ്ജ് മെഷർമെന്റിനാണ്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത് മീഡിയം റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് മെഷർ ചെയ്യുന്നത്. ഇത് രണ്ടും റെസിസ്റ്റൻസ് മെഷർ യൂസ് ചെയ്യുന്ന രണ്ട് ബ്രിഡ്ജുകളാണ്. Then potential inside a hollow sphere charged with a voltage V is potential inside a hollow sphere. Potential ആണ്. Potential inside a hollow sphere with a voltage V is V. ഇത് ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് ചോദിച്ചതെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ഹോളോ സ്ഫിയർ ഈസ് 0. ബട്ട് പൊട്ടൻഷ്യൽ ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് അപ്ലൈ ചെയ്ത വോൾട്ടേജ് V ആയപ്പോൾ ഇൻസൈഡ് V ആയത്. പക്ഷേ ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ 0 ആയിരിക്കും ഒരു ഹോളോ സ്ഫിയറിൽ. The ratio of magnetization intensity to the magnetization force is known as susceptibility. Susceptibility is the ratio of magnetization intensity to the magnetization force. എന്താണ് ഈ സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഈസി ആയിട്ട് നമുക്കൊരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും, എത്ര ഈസി ആയിട്ട് ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും, അതിന്റെ മെഷറിനെ പറയുന്ന പേരാണ് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സസെപ്റ്റിബിലിറ്റി ഈസ് എ റേഷ്യോ ഓഫ് മാഗ്നറ്റൈസേഷൻ ഇന്റൻസിറ്റി ടു ദ മാഗ്നറ്റൈസേഷൻ ഫോഴ്സ്. Then the root of the equation x square plus 2x minus 15r, root of the equation അതായത് ഇത് x square plus 2x minus 15. അപ്പോൾ എനിക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 15 കിട്ടണം, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടണം. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -15 കിട്ടണം, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടണം. അപ്പോൾ 15ന്റെ ഫാക്ടർ എടുക്കുക. 15ന്റെ ഫാക്ടർ എടുക്കുന്നത് 1 × 15. ഇത് രണ്ടും എനിക്ക് ആഡ് ചെയ്താൽ എന്ത് കിട്ടില്ല? 2 കിട്ടില്ല. 2 വെച്ച് ഫാക്ടർ ഒന്നുമില്ല, പിന്നെയുള്ള ഫാക്ടർ 3 × 5 ആണ്. 3 × 5 ചെയ്ത് കഴിഞ്ഞാൽ 15 കിട്ടും. ഇനി 3ഉം 5ഉം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 2 കിട്ടും. അപ്പോൾ എനിക്ക് കിട്ടേണ്ടത് -15 ആണ്, +15 അല്ല. അങ്ങനെയാവുന്ന സമയത്ത് എനിക്ക് 2 കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് -3 ആയിരിക്കണം. അപ്പോൾ -3ഉം 5ഉം ആണ് ഇതിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത്. ദെൻ degaussing is the principal process of degaussing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഒരു കാഥോഡ് റേ ട്യൂബിൽ നിന്നും മാഗ്നറ്റിസത്തെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡീഗോസിങ് എന്ന് പറയും. അതായത് CRTയിൽ നിന്നും മാഗ്നറ്റിസത്തെ റിമൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീഗോസിങ് എന്ന് പറയും. ഇറ്റ്സ് എലിമിനേഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ ഡീഗോസിങ് ഫ്രം CRT ആണ്, കാഥോഡ് റേ ട്യൂബിൽ നിന്നും. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഹാസ് എ മാക്സിമം എഫിഷ്യൻസി അറൗണ്ട്. ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഉള്ള ആളാണ് നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. അത് മാക്സിമം എഫിഷ്യൻസി അറൗണ്ട് ഫുൾ ലോഡ്. നിയർ ടു ഫുൾ ലോഡ് ആണ് മാക്സിമം എഫിഷ്യൻസി കിട്ടുക. മാക്സിമം എഫിഷ്യൻസി നിയർ ടു ഫുൾ ലോഡ് എന്ന് പറയുന്നത് 75% to 85%. അതായത് 75% to 85% എഫിഷ്യൻസി കിട്ടും. അത് നിയർ ടു ഫുൾ ലോഡാണ് മാക്സിമം കിട്ടുന്നത്. Then the ratio of a collector current to emitter current of a transistor is 0.9. What is the ratio of collector current to the base current? അപ്പോൾ ratio of collector current to emitter current പറയുന്ന പേരാണ് alpha. That's equal to IC/IE. collector current to emitter current. Then beta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ collector current against base current നെയാണ് നമ്മൾ beta എന്ന് പറയുന്നത്. ഇനി ആൽഫയും ബീറ്റയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ഡിവൈഡഡ് ബൈ ബീറ്റ പ്ലസ് 1. ഇനി ബീറ്റ ഇസ് ഈക്വൽ ടു ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. ഇതാണ് ആൽഫയും ബീറ്റയും തമ്മിലുള്ള റിലേഷൻസ്.
അപ്പോൾ ഇതിനകത്ത് റേഷ്യോ ഓഫ് കളക്ടർ കറണ്ട് ടു ദ എമിറ്റർ കറണ്ട് ഓഫ് എ ട്രാൻസിസ്റ്റർ ഈസ് 0.99. അതായത് നമുക്ക് തന്നിരിക്കുന്നത് ആൽഫയാണ്, അതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ബീറ്റയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ റിലേഷനിൽ എടുക്കുക. അപ്പോൾ ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ ഈക്വൽ ടു 0.99 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.99 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 99, ഓപ്ഷൻ ബി. Internal resistance of a galvanometer is 1 ohm. A resistor and a voltage source of 10 volt are connected in series to the galvanometer to make an ohm meter. Full scale deflection of the galvanometer corresponds to 1 milliampere. What is the value of resistance so that zero resistance measured by the meter corresponding to full scale deflection? ഇത് ആരും കണ്ട് പേടിക്കൊന്നും വേണ്ട, സംഭവമൊന്നുമില്ല. നമ്മൾ അതേ സാധനം തന്നെയാണ് നേരത്തെ ചെയ്ത അതേ പ്രോബ്ലം തന്നെയാണ്. ആർ ഇസ് ഈക്വൽ ടു ആർ എം ഡിവൈഡഡ് ബൈ വി മൈനസ് വി എം മൈനസ് 1. ഇതിനകത്ത് റെസിസ്റ്റൻസിൻ്റെ മീറ്റർ റെസിസ്റ്റൻസ് ആണ് ആർ എം എന്ന് പറയുന്നത്. വി എന്ന് പറയുന്നത് നമുക്ക് വോൾട്ടേജ് ചെയ്യേണ്ട വോൾട്ടേജ് ആണ്. വി എം എന്ന് പറയുന്നത് ഫുൾ സ്കെയിൽ വോൾട്ടേജ് ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി എം എന്ന് ഇസ് ഈക്വൽ ടു വി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മില്ലി വോൾട്ട് ആണ്. 1 മില്ലി വോൾട്ട്. ആർ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഓം. വി ഇസ് ഈക്വൽ ടു 10 വോൾട്ട്. എല്ലാം ഇതിനകത്ത് തന്നിട്ടുണ്ട്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ്സ് ഈക്വൽ ടു 1 മില്ലി വോൾട്ട്. 1 ഇൻറ്റു 10 റേസ് ടു മൈനസ് 3 ഡിവൈഡ് ബൈ 10 ബൈ 1 ഇൻറ്റു 10 റേസ് ടു മൈനസ് 3 മൈനസ് 1 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 9999 ഓം. റൈറ്റ്. What is the peak to peak voltage of a 250 volt AC? Peak to peak voltage of a 250 volt AC. ഇത് തന്നിരിക്കുന്നത് RMS വാല്യൂ ആണ്. RMS value is equal to V peak divided by root 2. അപ്പോൾ V peak is equal to root 2 into 250. That's equal to, but നമ്മൾ ചോദിച്ചിരിക്കുന്നത് peak to peak ആണ്. ഇത് peak ആണ്. അപ്പോൾ peak to peak ചെയ്യുന്ന സമയത്ത് into 2 ചെയ്യണം. into 2 ചെയ്യുമ്പോൾ സമയത്ത് you will get 707 volt. Peak to peak ആണ് ചോദിച്ചത്. ഇത് peak value മാത്രമാണ്. ഓപ്ഷൻ ബി. A voltage of V sin 40 is applied to a pure capacitor. Which of the following represent the current through the capacitor? വോൾട്ടേജ് വി ഇസ് ഈക്വൽ ടു വി എം സൈൻ 40 ആണ്. അങ്ങനെയാണെങ്കിൽ കറണ്ടിന്റെ വാല്യൂ, കപ്പാസിറ്ററിന്റെ കേസിൽ കറണ്ട് എന്ന് പറയുന്നത് ഓൾവേസ് ലീഡ്സ് അഗെയിൻസ്റ്റ് വോൾട്ടേജ്, വോൾട്ടേജുമായിട്ട് ലീഡ് ചെയ്യും വിത്ത് ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. അങ്ങനെ ആവുന്ന സമയത്ത് അതിന്റെ കറണ്ട് എന്ന് പറയുന്നത് ഇത് എ വോൾട്ടേജ് വി സൈൻ ഒമേഗ ടി എ സൈൻ 40 പ്ലസ് 90 ഡിഗ്രി റെപ്രസെന്റഡ് ബൈ പൈ ബൈ 2, 40 പ്ലസ് 5/2, ഓപ്ഷൻ സി. ഇത് ഇൻഡക്ടർ ആയിരുന്നു കേസിലെങ്കിൽ 40 മൈനസ് 5/2. ഇത് ഇൻഡക്ടറിന്റെ കേസിൽ കേട്ടോ. ലീഡ് ചെയ്യും, കപ്പാസിറ്റർ ലീഡ് ചെയ്യും, ഇൻഡക്ടർ ലാഗ് ചെയ്യും. ഇക്വേഷൻ ഓഫ് എ വോൾട്ടേജ് ഫ്രം എ സോഴ്സ് ഈസ് V is equal to 3 sin 420t plus 4 sin 30t. What is the power dissipated if its voltage is applied across a 10 ohm resistor? Power P is equal to V square by R എന്നുള്ളതാണ്. ആറിന്റെ വാല്യൂ 10 ഓം തന്നിട്ടുണ്ട്. വോൾട്ടേജിന്റെ വാല്യൂ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, V is equal to 3 sin 20 plus 4 sin 30. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ RMS വാല്യൂ കണ്ടുപിടിക്കണം. RMS വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് VRMS is equal to root of 3 by root 2. ഇതാണ് പീക്ക് വാല്യൂ, ഇതാണ് പീക്ക് വാല്യൂ. അപ്പോൾ ഫസ്റ്റ് ഇതിന്റെ പീക്ക് വാല്യൂ 3ഉം സെക്കൻഡിന്റെ പീക്ക് വാല്യൂ 4ഉം ആണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഇതിന്റെ RMS എടുക്കുന്ന സമയത്ത് 3 by root 2 റൂട്ട് മീൻ സ്ക്വയർ 3 by 2 the whole square plus 4 by root 2 the whole square. Clear? അപ്പോൾ 3 square by root 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ root of 9 by 4 plus, sorry 9 by 4 അല്ല, root 2 ന്റെ സ്ക്വയർ 2 ആണ്. 9 by 2 plus 16 by 2 that's equal to 25 by 2 എന്ന് പറയും. അത് റൂട്ട് ചെയ്യുന്ന സമയത്ത് 5 by root 2. ഇതാണ് RMS വോൾട്ടേജ്. RMS വോൾട്ടേജ് you will get it as 5 by root 2. ഇനി അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5 by root 2 the whole square divided by 10. 5 by root the whole square എന്ന് പറയുന്നത് 25 by 2. 2 താഴെ പോകുന്ന സമയത്ത് 25 by 2 into 10, 20. That's equal to 1.25 watts. ഓപ്ഷൻ ബി. കുറച്ചൊന്ന് ആലോചിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇതിനു മുമ്പ് നമ്മൾ സോൾവ് ചെയ്ത ക്വസ്റ്റ്യനുകളെ പോലെ ഈസി ആയിട്ട് ഒറ്റയടിക്ക് നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുന്നില്ല. പക്ഷെ കുറച്ച് കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും. കൂടുതലും പ്രോബ്ലംസ് ആണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. Which of the following is a loss in a DC generator? DC generator loss, copper loss DC generator loss ആണ്, iron loss DC generator loss ആണ്, mechanical loss DC generator loss ആണ്, windage loss DC generator loss ആണ്. ഇത് മൂന്നും DC generator loss ആണ്. ഓപ്ഷൻ D is the correct answer. In an intrinsic semiconductor, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ സെമികണ്ടക്ടറിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് സെമികണ്ടക്ടർ എന്ന് പറയുക. ഇംപ്യൂരിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സെമികണ്ടക്ടറിനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് സെമികണ്ടക്ടർ എന്ന് പറയുന്നത്. എക്സ്ട്രിൻസിക് സെമികണ്ടക്ടർ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്, പി ടൈപ്പ് ഉണ്ട്, എൻ ടൈപ്പ് ഉണ്ട്.
15 ഗ്രൂപ്പ് ഇമ്പ്യൂരിറ്റി ആണ് ചെയ്യുന്നതെങ്കിൽ, ഡോണർ ടൈപ്പ് ഇമ്പ്യൂരിറ്റി ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അത് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടും. ആക്സെപ്റ്റർ ടൈപ്പ് ഇമ്പ്യൂരിറ്റി ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അതിലെ പി ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടും. അപ്പോൾ ഇൻ ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹോൾസ് അല്ല, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് മോർ ദാൻ നമ്പർ ഓഫ് ഹോൾസ് അല്ല, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ലെസ് ദാൻ നമ്പർ ഓഫ് ഹോൾസ് അല്ല. ഇതെല്ലാം ആരിനെ ഡിപ്പെൻഡ് ചെയ്യും? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. റെഡി? ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ് ടെമ്പറേച്ചർ. എ ബി സി, എ ബി ഓർ സി ഡിപ്പെൻഡിങ് അപ്പോൺ ദി ടെമ്പറേച്ചർ. ഇത് സ്പെസിഫിക് ആയിട്ട് നമുക്ക് മൂന്നും പറയാൻ പറ്റില്ല. ഈ കേസ് വരാം, ഈ കേസ് വരാം, ഈ കേസ് വരാം, അക്കോർഡിംഗ് ടു ടെമ്പറേച്ചർ. In a transistor based oscillator, the total loop gain is required to sustain oscillation. Barkhausen criteria എന്ന് പറയുന്നതിന് sustained oscillations കിട്ടണമെന്നുണ്ടെങ്കിൽ എ ബി ഈസ് ഈക്വൽ ടു 1 ആയിരിക്കണം. sustained oscillations കിട്ടണമെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ 1 ആവുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഓസിലേഷൻസ് ആണ് കിട്ടുക, ബൂസ്റ്റഡ് ഓസിലേഷൻസ് ആണ് കിട്ടുക. ഗ്രേറ്റർ ദാൻ 1 ആവുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഓസിലേഷൻസ് ആണ് കിട്ടുക. ഓക്കെ, സസ്റ്റൈൻഡ് ഓസിലേഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബാർഖൗസൻ ക്രൈറ്റീരിയ പ്രകാരം എ ഇൻറ്റു ബീറ്റ ഇസ് ഈക്വൽ ടു 1. എ എന്ന് പറയുന്ന ആംപ്ലിഫയറിന്റെ ഗെയിനും ബീറ്റ എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ഫാക്ടറുമാണ്. 2 electric bulbs with a rating 100 watt and 220 volt are connected in series to a 220 volt supply. Let the power dissipated be W1 and the same bulb are connected in parallel to the same supply. Let the power dissipated be W2. What? W1 plus W2. അതായത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു, ആ സമയത്തുള്ള പവർ W1 ആണ്. പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത സമയത്ത് W2 ആണ്. W1 അഗൈൻസ്റ്റ് W2 എത്രയാണെന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ ഒരേപോലെയുള്ള രണ്ട് ബൾബാണ് 100 വാട്ട് 220 വോൾട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു V സ്ക്വയർ ഡിവൈഡ് ബൈ P. R ഇസ് ഈക്വൽ ടു 220 ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ P 100 ചെയ്ത് കഴിഞ്ഞാൽ 484 ഓംസ് കിട്ടും. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത് സീരീസ് ആയിട്ടാണ്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് പവർ ഇസ് ഈക്വൽ ടു V സ്ക്വയർ ബൈ R ആണ് ടോട്ടൽ പവർ. ആ സമയത്ത് വോൾട്ടേജ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്ത വോൾട്ടേജ് എത്രയാണ്? 220 വോൾട്ട് തന്നെയാണ് അപ്ലൈ ചെയ്തത്. 220 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ, അവിടെ രണ്ട് റെസിസ്റ്റൻസ് ഉണ്ട്, രണ്ടും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തത്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ രണ്ടിന്റെയും സം ആണ് എടുക്കുക. അപ്പോൾ 484 ഇൻറ്റു 2, 484 ഇൻറ്റു 2, ഇതാണ് W1 എന്ന് പറയുന്ന പവർ. അപ്പോൾ ഇതിന്റെ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 50 വാട്ട്സ്. ഇനി W2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ ആവുന്ന സൈസ് ആണ് V സ്ക്വയർ ബൈ R. V സ്ക്വയർ ബൈ R W2. V സ്ക്വയർ എന്ന് പറയുന്നത് 220 ദ ഹോൾ സ്ക്വയർ തന്നെ, മാറ്റമൊന്നുമില്ല. R എന്ന് പറയുന്നത് 482 ഡിവൈഡഡ് ബൈ 2, കാരണം പാരലൽ കണക്ഷൻ ആണ്. 2 മേലെ പോകും, ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 200 വാട്ട്സ്. 200 വാട്ട്സ്. അങ്ങനെയാണെങ്കിൽ W1 ഡിവൈഡ് ബൈ W2 is equal to 50 divided by 200, that's equal to 0.25. Option B. If the voltage applied to a resistor decreases by 1% and the value of resistance is increases by 1%, what is the approximate change in the power consumption in the resistor? P is equal to V square by R ആണ് പവർ കൺസപ്ഷന്റെ വാല്യൂ. ഇതിനകത്ത് വോൾട്ടേജ് ഓഫ് ദ റെസിസ്റ്റൻസ് ഡിക്രീസസ് ബൈ 1%. അപ്പോൾ നമ്മൾ 100ൽ നിന്നും 99 ആക്കി, അതിനെ നമ്മൾ ഫ്രാക്ഷനിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ 0.99 V the whole square, 0.99 V the whole square divided by റെസിസ്റ്റൻസ് നമ്മൾ 1% ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അതായത് 100നെ 101 ആയി. അപ്പോൾ അതിന് നമ്മൾ ഫ്രാക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് 1.01 ദ 1.01 എന്ന് വരും. റെഡി? 1.01 പവർ P is equal to V square by R. ഇനി ഇത് ഇൻറ്റു R, റൈറ്റ്? ഇത് നമ്മൾ സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടും 0.96%. ഓപ്ഷൻ ഡി. 0.96% ആണ് കിട്ടുക. ഓപ്ഷൻ ഡി. The filament resistance of a 20 watt bulb and 40 watt bulb both rated to same voltage of operation is in the ratio. Filament resistance of a 20 watt bulb, 40 watt bulb both rated in the same voltage of operation in the ratio. Okay, resistance ന്റെ വാല്യൂ ആണ് ചോദിച്ചത്. R is equal to V square by P ആണ്. R is equal to V square by P ആണ്. അപ്പോൾ R1 by R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V square by P1, V1 square by P1 into P2 by V2 square. ഇതിനകത്ത് സെയിം വോൾട്ടേജ് റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിയും വിയും സെയിം ആണ്. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്, കട്ടായി. പവർ റേറ്റിംഗ് എന്ന് പറയുമ്പോൾ അപ്പോൾ R1 by R2 is equal to P2 by P1 ആണ്. P2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ആണ്, P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആണ്. 40 by 20 that's equal to 2:1. ഓപ്ഷൻ ബി. Two resistors with resistance R and 2R respectively are connected in parallel. If power consumed in resistance with the resistance R is 20 watt, what is the power consumed in the resistance is 2R. രണ്ട് റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്നിന്റെ പവർ കൺസപ്ഷൻ 20 വാട്ട് ആണ്, മറ്റേതിന്റെ പവർ കൺസപ്ഷൻ എത്രയാണെന്നുള്ളതാണ്.
അപ്പോൾ പി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്ന് എടുക്കുക. P1 ഈക്വൽ ടു 20 വാട്ട് ആണ്. 20 വാട്ട് ആവുന്ന സമയത്ത് അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ പി, സോറി ഇത് വേണ്ട, P1 ഈക്വൽ ടു 20 വാട്ട്സ് എന്ന് വന്നു. 20 ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. നമുക്ക് വി സ്ക്വയർ ബൈ ആർ എന്ന് എടുക്കുക. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 20 ആർ ആണ്. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 20 ആർ. ഇനി രണ്ടാമത്തെ കേസ് എടുക്കുക, P2 എടുക്കുന്ന സമയത്ത് വി സ്ക്വയർ ബൈ ആർ തന്നെയാണ് വരിക. വി സ്ക്വയർ ബൈ ആർ എടുക്കുമ്പോൾ വി എന്ന് പറയുന്നത് വി സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? സെയിം ഉള്ള നേരത്തുള്ള അതേ വോൾട്ടേജ് ആണ്. കാരണം നമ്മൾ ആറിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 20 ആർ ആണ്. അപ്പോൾ 20 ആർ ഡിവൈഡഡ് ബൈ ആർ. 20 ആർ ഡിവൈഡ് ബൈ പുതിയ റെസിസ്റ്റൻസ് 2 ആർ ആണ്. രണ്ടാമത്തെ റെസിസ്റ്റൻസിന്റെ വാല്യൂ 2 ആർ ആണ്. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 10 വാട്ട്സ്. ആറും കട്ടായി, ബാക്കി 20/2 10 വാട്ട്സ്. ഓപ്ഷൻ ബി. Which of the following is commonly used depolarizer in dry cell? Dry cell യൂസ് ചെയ്യുന്ന depolarizer എന്ന് പറയുന്നത് മാംഗനീസ് ഡയോക്സൈഡ് ആണ്. മാംഗനീസ് ഡയോക്സൈഡ് ആണ് നമ്മൾ നോർമലി ഡ്രൈ സെല്ലിൽ യൂസ് ചെയ്യുന്ന depolarizer. The common electrolyte used in nickel ion cell is, നിക്കൽ അയോൺ സെല്ലിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് KOH ആണ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് ലെഡ് ആസിഡ് സെല്ലിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ആണ്. A sinusoidal flux with peak value 0.1 Weber linked with the secondary of a transformer. If number of turns in a transformer is 10, calculate the RMS value of induced EMF in the secondary. Supply frequency is 50 Hz. അപ്പോൾ ട്രാൻസ്ഫോമർ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ വാല്യൂ E is equal to 4.44 N5M into F. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ്, ഫൈ എന്ന് പറയുന്നത് ഫ്ലക്സ്, എഫ് ഫ്രീക്വൻസി. എല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. റൈറ്റ്, എല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4.44 ഇൻറ്റു N10 ഇൻറ്റു 5.1, ഫ്രീക്വൻസി 50 ഹെഡ്സ്. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 222 വോൾട്ട്. 222 വോൾട്ട്. ഇത് 222 ആണ്. ഓപ്ഷൻ എ. 22.2 അല്ല, 222. Calculate the EMF generated by a 10-pole wave-wound generator having 100 slots with 10 conductor per slot when driven at 1200 RPM. The flux per pole is 0.01 Weber. ഇതേപോലെ തന്നെ EMF കണ്ടുപിടിക്കാനാണ്. പക്ഷേ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ജനറേറ്റർ ആണ്. ജനറേറ്ററിന്റെ EMFന്റെ വാല്യൂ 5Znp/60. ഫൈയുടെ വാല്യൂ ഫ്ലക്സ് 0.01. Z എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ആണ്. 100 സ്ലോട്ടിൽ 10 കണ്ടക്ടർ ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഇൻറ്റു 10 ഇൻറ്റു സ്പീഡ് 1200 RPM തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് പോൾസ് 10 തന്നിട്ടുണ്ട്. ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു എ ഉണ്ട്. ഇവിടെ 60A ആണ് നമ്പർ ഓഫ് പാരലൽ പാത്ത്. ഇത് വേവ് ബൗണ്ടഡ് ആണ്. വേവ് ബൗണ്ടഡ് ആണെങ്കിൽ പാരലൽ പാത്ത് എന്ന് പറയുന്നത് 2 ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1000 വോൾട്ട്. ഓപ്ഷൻ ബി. What is the approximate efficiency of a 50 Hz 6-pole 3-phase induction motor running at 900 RPM? Efficiency is equal to 1 minus S. That's equal to NR divided by NS. Rotor speed divided by synchronous speed. Synchronous speed is equal to 120 F by P. 120 F by P എന്ന് പറഞ്ഞാൽ 120 into frequency 50 Hz divided by number of poles 6. That's equal to 1000 RPM. 900 RPM ആണ് മറ്റൊരു റൊട്ടേറ്റ് ചെയ്യുന്ന റോട്ടർ സ്പീഡ്. സോ 900 ഡിവൈഡഡ് ബൈ 1000 ദാറ്റ്സ് ഈക്വൽ ടു 90%. ഓപ്ഷൻ ബി. ഫൈൻഡ് ദ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് എ 1 meter ലെങ്ത്. എല്ലാം പ്രോബ്ലം ആണ് ഇതിനകത്ത്. ക്വസ്റ്റ്യൻസ് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറവാണ്. Find the insulation resistance of a 1 meter length single core cable having a conductor diameter of 1 centimeter and insulation thickness of 0.859 centimeter. The specific resistance of the insulation material is 6 into 10 raised to 14 ohm centimeter. Insulation resistance R is equal to rho 2 pi L log R1 by R2. R1 by R2 by R1. R2 by R1. R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ലെങ്ത്തും R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർ ലെങ്ത്തും. റൈറ്റ്, അത് ചെയ്ത് കഴിഞ്ഞാൽ R1 is equal to R equal to 0.5 centimeter. Thickness is equal to 0.859 centimeter. Length is equal to 100 centimeter. 100 centimeter ലെങ്ത് പറഞ്ഞാൽ യെസ് 1 meter ആണ്. 100 centimeter. അപ്പോൾ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.39. ഇത് രണ്ടും ആഡ് ചെയ്യുക, അതാണ് R2. R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.39 വരും. 0.5 പ്ലസ് 0.859. ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത്
6 into 10 raised to rho 6 into 10 raised to 14 into divided by 2 into pi into L 100 into log 1.35 and divided by 0.5 ചെയ്ത് കഴിഞ്ഞാൽ you will get it as 0.954 into 10 raised to 12 ohm. Option C. Steradian is the unit of steradian എന്ന് പറയുന്നത് സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് ആണ്. പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ ആണ്. പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ ആണ്. സ്റ്റെറേഡിയൻ എന്ന് പറയുന്നത് സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് ആണ്. ഫോർ യൂഷ്വൽ റീഡിംഗ് ഇലുമിനേഷൻ ലെവൽ റിക്വയർഡ് ഈസ് അറൌണ്ട്. നോർമൽ റീഡിങ്ങിന്റെ ഇലുമിനേഷൻ ലെവൽ എന്ന് പറയുന്നത് 200 മുതൽ 300 വരെയുള്ള ലൂമൻ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഫോർ ലോ ഹെഡ് ആൻഡ് ലാർജ് ഡിസ്ചാർജ് ദ ഹൈഡ്രോളിക് ടർബൈൻ യൂസ്ഡ് ഈസ്. ലോ ഹെഡ് പർപ്പസുകൾക്ക് യൂസ് ചെയ്യുന്ന ഹൈഡ്രോളിക് ടർബൈൻ എന്ന് പറയുന്നത് കപ്ലാൻ ടർബൈൻ ആണ്. ലോ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ 30 മീറ്റർ ആണ്. മീഡിയം ഹെഡ് ഹൈഡ്രോളിക് ടർബൈൻ എന്ന് പറയുന്നത് ഫ്രാൻസിസ് ടർബൈൻ ആണ്. 30 മീറ്റർ മുതൽ 150 മീറ്റർ വരെയാണ് നമ്മൾ മീഡിയം ഹെഡ് എന്ന് പറയുന്നത്. അവിടെ യൂസ് ചെയ്യുന്നത് ഫ്രാൻസിസ് ടർബൈൻ ആണ്. 150 മീറ്ററിനും 200 മീറ്ററിനും ഇടയിലുള്ളതിനാണ് നമ്മൾ ഹൈ ഹെഡ് എന്ന് പറയുന്നത്. അവിടെ യൂസ് ചെയ്യുന്നത് പെൽട്ടൺ ടർബൈൻ ആണ്. ലോ ഹെഡിൽ കപ്ലാൻ ടർബൈൻ, മീഡിയത്തിൽ ഫ്രാൻസിസ് ടർബൈൻ, ഹൈ ഹെഡിൽ പെൽട്ടൺ ടർബൈൻ. ഇൻ എ ന്യൂക്ലിയർ റിയാക്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ്, നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. In nuclear reactor, which of the following material is employed in control rods to regulate fission rate? Fission rate control ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ബോറോൺ ആയിരിക്കും അല്ലെങ്കിൽ കാഡ്മിയം ആയിരിക്കും. ബോറോൺ അല്ലെങ്കിൽ കാഡ്മിയം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫിഷൻ റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓപ്ഷനിൽ തന്നിരിക്കുന്നത് കാഡ്മിയം ആണ്. Which range of voltage is referred to as low voltage? ലോ വോൾട്ടേജ് എന്ന് പറയുന്നത് വോൾട്ടേജിന്റെ കാറ്റഗറീസ്. ലോ വോൾട്ടേജ് എന്ന് പറയുന്നത് 230 വോൾട്ട് ആണ്. ഹൈ വോൾട്ടേജ് അതിനിടയ്ക്ക് മീഡിയം ഉണ്ട്. മീഡിയം വോൾട്ടേജ് എന്ന് പറയുന്നത് 650 വോൾട്ട് ആണ്. ഹൈ വോൾട്ടേജ് എന്ന് പറയുന്നത് 33 kV ആണ്. എക്സ്ട്രാ ഹൈ വോൾട്ടേജ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 33 kV ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലോ വോൾട്ടേജ് ആണ്. ലോ വോൾട്ടേജ് ഈസ് അപ് ടു 230 വോൾട്ട്, ലെസ് ദാൻ 230. 1/√3 minus √2 is equal to 1/√3 minus √2. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്ലസിനെ കൊണ്ട് ഇതിന്റെ ഇൻവേഴ്സിനെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. √3 plus √2 ഡിവൈഡ് ബൈ √3 plus √2i. ഇത് a minus b into a plus b എന്ന് പറയുന്ന ഫോർമുലയാണ്. a minus b into a plus b. a minus b into a plus b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ a സ്ക്വയർ എന്ന് പറയുന്നത് √3 സ്ക്വയർ 3ഉം ബി സ്ക്വയർ എന്ന് പറയുന്നത് √2 സ്ക്വയർ 2 ആണ്. അപ്പോൾ 3 - 2 = 1. അപ്പോൾ ഡിനോമിനേറ്റർ എന്തായി? 1 ആയി. ന്യൂമറേറ്ററിൽ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ √3 plus √2 ഡിവൈഡ് ബൈ 1 ദാറ്റ്സ് ഈക്വൽ ടു √3 plus √2. ഓപ്ഷൻ ബി. ഇങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത്. പെർമനന്റ് മാഗ്നറ്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ്. പെർമനന്റ് മാഗ്നറ്റ് നോർമലി ഉണ്ടാക്കുന്നത് അൽനിക്കോ, നിയോഡോമിയം, അതേപോലെ തന്നെ ലോഡ്സ്റ്റോൺ, ഇതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതല്ലെങ്കിൽ സമാരിയം, കൊബാൾട്ട്, ലോഡ്സ്റ്റോൺ, ഇതൊക്കെയാണ് നമ്മൾ പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഈ തന്നിരിക്കുന്നതിലെല്ലാം പെർമനന്റ് മാഗ്നറ്റ് യൂസ് ചെയ്യും. മോട്ടോർ യൂസ്ഡ് ഇൻ ലോക്കോമോട്ടീവ്സ്. ലോക്കോമോട്ടീവിൽ യൂസ് ചെയ്യുന്ന മോട്ടോർ എന്ന് പറയുന്നത് DC സീരീസ് മോട്ടറാണ്. DC ഷണ്ട് മോട്ടറും സിംഗ്രണസ് മോട്ടറും നോർമൽ കോമൺ ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നതാണ്. In an inductor, the current changes from 0 ampere to 10 ampere uniformly in 20 seconds. The induced voltage is 2 volt. What is the inductance of the inductor? E is equal to minus L di by dt എന്നാണ് പറഞ്ഞത് ഇക്വേഷൻ. ഇൻഡക്ടറിന്റെ വാല്യൂ ആണ്. ഇൻഡക്ടറിന്റെ വാല്യൂ നമ്മൾ ഇതിനകത്ത് E സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ടേജ് 2 വോൾട്ട് ആണ്. 2 is equal to L into change in current 0 to 10 ampere, 10 divided by change in time, that's equal to 2. Then L is equal to 2 into 2 divided by 2 into 2 divided by 2 into change in current 10 ampere ആണ്. 20 second ആണ് time. 2 into 20 divided by 10, that's equal to 4 Henry. Option D. The constituent having highest percentage by weight in permalloy is. Permalloy എന്ന് പറയുന്നത് ഒരു അലോയ് ആണ്. പെർമലോയ് എന്ന് പറയുന്നത് നിക്കലിന്റെയും അയേണിന്റെയും അലോയ് ആണ്. നിക്കൽ പ്ലസ് അയൺ ആണ് പെർമലോയ് എന്ന് പറയുന്നത്. നിക്കൽ 80%ഉം അയൺ 20%ഉം ഉള്ള അലോയെ പറയുന്ന പേരാണ് പെർമലോയ്. പെർമലോയിൽ ഏറ്റവും കൂടുതലുള്ള ആള് നിക്കലാണ്. നിക്കലാണ് പെർമലോയിൽ ഏറ്റവും കൂടുതലുള്ള ആള്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 73. Which of the following is true for leakage current of a diode? ഡയോഡിന്റെ ലീക്കേജ് കറണ്ടുമായി ബന്ധപ്പെട്ട
കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ പ്രൊഡ്യൂസ്ഡ് ബൈ മൈനോറിറ്റി കാരിയേഴ്സ് ഒക്കേഴ്സ് ഇൻ റിവേഴ്സ് ബയാസ്ഡ് ഡയോഡ് ഓൾ ഓഫ് ദി എബോവ്. ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. മൈനോറിറ്റി കാരിയേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിനെയാണ് ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത്. അത് റിവേഴ്സ് ബയാസ്ഡ് ഡയോഡ് കണ്ടീഷനിലാണ് ലീക്കേജ് കറണ്ട് ഉണ്ടാവുക. എല്ലാം കറക്റ്റാണ്. The peak voltage at secondary of a transformer of a half wave rectifier is 20 volt. What is the average voltage of the rectified value? Peak value 20 volt വന്നിട്ടുണ്ട്. Average value എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.637 into peak value into 20. 0.637 into 20 means 0.637 into 20 ചെയ്താൽ 12.72 volt കിട്ടും. Option C. In a transistor, the collector current is 4.5 ampere and the base current is 20 microampere. The emitter current is equal to base current plus collector current. Base current തന്നിട്ടുണ്ട്, collector current തന്നിട്ടുണ്ട്. That means 4.5 milliampere means 10 raised to minus 3 plus base current 20 into 10 raised to minus 6. അത് മൈക്രോആംപിയറിലാണ്. ഇതിന് രണ്ടിനെയും ഒരേ പവറിലേക്ക് മാറ്റണം. ഞാൻ ഒരേ പവറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ മൈക്രോയിലേക്ക് മാറ്റുന്നു. 4.5 into 10 raised to minus 3 plus 0.02 into 10 raised to minus 3. ഇത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4.52 into 10 raised to minus 3 വരും. ദാറ്റ് മീൻസ് 4.52 മില്ലി ആംപിയർ. ഓപ്ഷൻ എ. A transistor is connected in a common emitter configuration. Collector current is 1 milliampere. Emitter current is 1.01 milliampere. What is the current gain beta of the transistor? Beta of the transistor is equal to beta of the transistor is equal to collector current against base current. Collector current against emitter. Collector current against emitter current. Then beta is equal to IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 milliampere divided by 0.01. That's equal to 100. Option C. In an operational amplifier connected as an inverting amplifier, the virtual ground is at ഒരു ഓപ്പാമ്പ് നമ്മൾ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് വിർച്വൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇൻവെർട്ടിംഗ് ടെർമിനലിലാണ് കണക്ട് ചെയ്യുക. The effective resistance between A and B is 50 ohm. What is the value of resistance R? ഇതിന്റെ വാല്യൂ എത്രയാണെന്നുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇവിടുന്ന് സോൾവ് ചെയ്ത് വരണം. ഇത് രണ്ടും ആദ്യം പാരലൽ ആണ്. പാരലൽ ആവുന്ന സമയത്ത് ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 20R plus 20 plus R. R1 into R2 divided by R1 plus R plus ഇനി ഇതെല്ലാം സീരീസ് ആണ്. അപ്പോൾ പ്ലസ് 10 plus 10 20 plus again R 20 plus R. അതായത് ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 20R divided by 20 plus R plus 20 plus R ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 50 ഓം ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ R എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുക. ഇത് 20 plus R ഇവിടെ ഉണ്ട്, 20 plus R ഇവിടെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യുക. 20 plus R the whole square plus 20R മൾട്ടിപ്ലൈ ചെയ്തു, ഇപ്പുറത്തെടുത്തു. 20R divided by 20 plus R is equal to 50. ഇത് ഇങ്ങോട്ട് കൊണ്ടുപോകുക. 100 plus 5R. ഇത് ചെയ്ത് കഴിഞ്ഞാൽ we will get it as R square plus 10R minus 600 equal to 0. അപ്പോൾ മൈനസ് 600നെ മൾട്ടിപ്ലൈ ചെയ്താൽ 600 കിട്ടണം. ഇത് 10 കിട്ടണമെന്നുണ്ടെങ്കിൽ R is equal to 30 minus 20 ആണ്. ഓപ്ഷൻ സി. ഇതാണ് ഇതിൻ്റെ റൂട്ട്സ്. റൈറ്റ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്, വേറെ ഒന്നുമില്ല. In a parallel plate capacitor, if the area of each plate is doubled and dielectric constant is made half, then capacitance C is equal to epsilon 0 A by D. ചെയ്തിരിക്കുന്ന ഡയലക്ട്രിക് കോൺസ്റ്റന്റ് മീഡ് ഹാഫ് ആക്കി എപ്സിലോൺ 0 by 2 A ഡിവൈഡ് ബൈ ഏരിയ എന്ത് ചെയ്തു, ഡബിൾ ചെയ്തു, ഇൻറ്റു 2. ഡിസ്റ്റൻസ് അങ്ങനെ തന്നെ വെച്ചു. ഈ 2 ക്യാൻസൽ ആവും. അഗൈൻ എപ്സിലോൺ 0 A by D വരും. കപ്പാസിറ്റൻസ് സെയിം. കപ്പാസിറ്റൻസ് റിമൈൻസ് സെയിം. ചേഞ്ചുകളൊന്നും ഇല്ല. വാട്ട് ഇസ് ദ കറണ്ട് ത്രൂ ദ ബ്രാഞ്ച് എ ബി ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട്? എ ബി ഇവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മൊത്തം 10 volt ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇത് പാരലൽ സർക്യൂട്ട് ആണ്. അപ്പോൾ പാരലൽ സർക്യൂട്ട് ആവുന്ന സമയത്ത് ഇതേ 10 volt ഇവിടെയും കിട്ടും, ഇവിടെയും കിട്ടും, ഇവിടെയും കിട്ടും. അപ്പോൾ 10/10 എന്ന് പറയുന്നത് 1 ആംപിയർ കറണ്ട് ആണ് ഇവിടെ ഫ്ലോ ചെയ്യുക. 10/20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 ആംപിയർ ആണ് ഇവിടെ ഫ്ലോ ചെയ്യുക. 10/40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.25 ആംപിയർ ആണ് ഇവിടെ ഫ്ലോ ചെയ്യുന്നത്. റൈറ്റ്. ഇത് 10/10, ഇത് 10/20, ഇവിടെ 10/40. ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണെന്നാണ് ചോദിച്ചത്. ഇവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ഈ കറണ്ടിന്റെയും സമ്മാണ്. 0.5 plus 0.25 ദാറ്റ്സ് ഈക്വൽ ടു 0.75 ആംപിയർ. ഓപ്ഷൻ സി
സി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരുപാട് ന്യൂമറിക്കലായിരുന്നു, കൂടുതലും ന്യൂമറിക്കലായിരുന്നു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. കുറച്ച് പ്രയാസമാണ്, വളരെ ഈസി അല്ല. ഇത് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ പോലെയുള്ള ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, കുറച്ച് ഹാർഡാണ്. എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാം, ഡയറക്റ്റ് വാട്സാപ്പിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.